പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ 9ാമത്തെ കഥയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ പല ഗുണപാഠങ്ങളും നീതിസാരങ്ങളും നമ്മൾ കണ്ടു, മുന്നോട്ട് പോയി. ഇന്ന് നമ്മൾ 10ാമത്തെ കഥയിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൂട്ടയുടെയും പേനിൻ്റെയും കഥയാണ്. ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ മൂട്ടയും പേനുമാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. എപ്പിസോഡ് 10, പേനും മൂട്ടയും. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് വളരെ സുഖിമാനം ആയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ സുന്ദരമായ ഒരു ശയ്യയുണ്ടായിരുന്നു. ആ ശയ്യയിൽ മൃദുലമായ ഒരു വിരിപ്പ്, ആ വിരിപ്പിന്റെ ഉള്ളിൽ ഒരു വെള്ളപ്പേൻ സുഖമായി വസിച്ചിരുന്നു. വിരിപ്പിന്റെ മടക്കിനുള്ളിൽ ആരും കാണാതെ അങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഈ പേന് എല്ലാ ദിവസവും രാജാവിൻ്റെ രക്തം കുടിച്ച് സന്തോഷവതിയായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. രാജാവ് നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞ് ഉറങ്ങിയെന്ന് ബോധ്യമായതിനു ശേഷം വളരെ പതുക്കെ ശാന്തമായിട്ട് സമാധാനമായി ചെന്ന് വളരെ സോഫ്റ്റായിട്ട് അത്യാവശ്യത്തിന് മാത്രം രക്തം കുടിച്ച് ആരും അറിയാതെ വെള്ളപ്പേൻ അവിടെ സുഖമായി വിരിപ്പിനിടയ്ക്ക് ഒളിച്ച് കഴിയുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഒരു മൂട്ട അവിടെ എവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് രാജകൊട്ടാരത്തിലെത്തി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞ് നടന്ന് രാജാവ് കിടക്കുന്ന ശയ്യയിലെത്തി പേനിനെ കണ്ടുമുട്ടി. പേൻ മൂട്ടയോട് പറഞ്ഞു, എടോ മൂട്ടേ, നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ ഇവിടെ നിൽക്കരുത്, പോ, ഇത് ആപത്തുള്ള സ്ഥലമാണ്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ മൂട്ട പറയുകയാണ്, ദേവി, ഇങ്ങനെയൊന്നും പറയരുത്. വീട്ടിൽ കയറി വരുന്ന അതിഥിയെ സന്തോഷത്തോടെ സ്വീകരിച്ച് സൽക്കരിക്കണം. അതാണ് ഗൃഹസ്ഥധർമ്മം. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. മാത്രമല്ല, ഞാൻ ഈ സാധാരണക്കാരുടെ രക്തം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. രാജാവിൻ്റെ രക്തം കുടിക്കാൻ എനിക്ക് മോഹമുണ്ട്. ദേവി അത് സാധിച്ചു തരണം. എന്നെ വീഴ്ച വിടരുത്, എന്നെ പുറത്താക്കരുത്. എത്ര നിർബന്ധിച്ചിട്ടും മൂട്ട പോകുന്ന ലക്ഷണമില്ല. അപ്പോൾ പേൻ പറഞ്ഞു, ആവട്ടെ, വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. രാജാവ് കിടക്കയിൽ വന്ന് കിടന്ന് ഗാഠനിദ്രയിൽ ആണ്ടുപോയതിന് ശേഷം, അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പോയി രക്തം കുടിക്കാവൂ. അതും വളരെ സോഫ്റ്റായിട്ട് അത്യാവശ്യത്തിന് മാത്രം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അഡ്മിറ്റ് ചെയ്യാം. മൂട്ട ഇതെല്ലാം സമ്മതിച്ചു. പക്ഷേ വൈകിട്ടായപ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞു, കിടക്കാറായി. രാജാവ് വന്ന് മെത്തമേലിരുന്നു, കിടക്കാൻ ഭാവിച്ചു. കിടന്നു. മൂട്ടയുണ്ട്, കൊതി പൂണ്ട് നേരെ പാഞ്ഞ് എന്ന് രാജാവിനെ കടിച്ചു. അതങ്ങനെ സംഭവിക്കൂ. ജീവജാലങ്ങളെ, ജീവി ഏതാണേലും, മനുഷ്യനാണേലും ഏത് ജീവിയാണേലും അടിസ്ഥാന സ്വഭാവം മാറിയല്ല. ഉപദേശം കൊണ്ടും ട്രെയിനിങ് കൊണ്ടും ചെറിയ രീതിയിലുള്ളൊക്കെ വ്യതിയാനങ്ങൾ വരുമെന്ന് മാത്രം. അതങ്ങനെയേ വരുള്ളൂ. ജീവികളുടെ ഏത് ജീവിയാണേലും, മനുഷ്യൻ ഉൾപ്പെടെ ഏത് ജീവിയാണേലും അടിസ്ഥാന സ്വഭാവം മാറ്റുക സാധ്യമല്ല. തീക്ക് തണുപ്പോ മഞ്ഞുകട്ടയ്ക്ക് ചൂടോ ഉള്ളതായി കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലല്ലോ. അതുപോലെയാണ് ജനറ്റിക് സ്വഭാവം ജീവജാലങ്ങളുടെ മാറുകയില്ല. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, നർച്ചർ കനോട്ട് ടേക്ക് അവേ വാട്ട് നേച്ചർ ഹാസ് ബ്രോട്ട് ഇൻ. പ്രകൃതിയാ കിട്ടിയത് ട്രെയിനിങ് കൊണ്ട്, ഉപദേശം കൊണ്ട് മാറ്റാൻ പറ്റുകയില്ല. അത് ഇടയ്ക്ക് തലപൊക്കി. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂട്ട ഈ വാക്കൊക്കെ തെറ്റിച്ചുകൊണ്ട് പിന്നെ ചോറ് കുടിക്കാനായിട്ട് ചെന്നു. ഇന്നും പറഞ്ഞുകൊണ്ട് രാജാവ് ചാടി എഴുന്നേറ്റു, സേവകരെ വിളിച്ചു. സേവകരെ മൊത്തം അന്വേഷിച്ചു, വിരിപ്പിനിടയിലെല്ലാം നോക്കി. മൂട്ട ഇതിനിടയിൽ കട്ടിലിനിടയിൽ ഓടി ഒളിച്ചു. അവര് വിരിപ്പ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനിടയ്ക്ക് പേനിരിക്കുന്നത് കണ്ടു. പേരിനെ കൊന്നുകളയുകയും ചെയ്തു. നിബനകം പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപരിചിതനെ വീട്ടിൽ കയറ്റുകയോ അവന് ഇടം കൊടുക്കുകയോ ചെയ്യരുത്. സ്വഭാവം അറിയാത്തവനെ പരീക്ഷിച്ചറിയാതെ അവനുമായിട്ട് ചങ്ങാത്തം പുലർത്തരുത്. അങ്ങനെ ചെയ്താൽ അപകടമുണ്ടാകും. അതുകൊണ്ടാണ് സജീവനെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ബന്ധുജനങ്ങളെ ഉപേക്ഷിച്ച് അന്യരുമായി കൂട്ടുകൂടുന്നവര് അവരാരാണേലും അവര് രാജാവായ കുറുക്കൻ ചത്തുപോയതുപോലെ അപകടത്തിൽ ചെന്ന് ചാടും. അപ്പോൾ പിങ്കളകൻ ചോദിച്ചു,
അതെന്താണ് ആ കഥ? അതിനുത്തരമായി ദമനകൻ ഒരു കഥ പറഞ്ഞു. അതാണ് 11ാമത്തെ കഥ. ഈ കഥ സുഹൃത്തുക്കളെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സുഹൃത്തുക്കളെ, നീതിസാരത്തിൽ എന്ന പോലെ ഈ ചെറിയ കഥയിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്, ഗുണപാഠങ്ങൾ. നമുക്ക് അതൊന്ന് ഒരു ഓടിച്ചൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പേനിന്റെയും മൂട്ടയുടെയും കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാം. അപരിചിതനായവനെ, സ്വഭാവം അറിയാത്തവനെ വീട്ടിൽ കയറ്റുവോ, നമുക്ക് അവനൊരു ഇരിപ്പിടം കൊടുക്കുകയോ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിയമിക്കുകയോ ഒന്നും ചെയ്യരുത്. അവൻ എന്താണെന്നോ എവിടെ നിന്ന് വരുന്നെന്നോ അവന്റെ പ്രവൃത്തികൾ എപ്രകാരമായിരിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. അതൊരു അപകടത്തിൽ ചാടാനുള്ള ഒരു വഴിയാണ്. ഒന്ന്. രണ്ടാമതായിട്ട് അടിസ്ഥാന സ്വഭാവം ഒരു ജീവിയുടെയും, മനുഷ്യന്റെ ഉൾപ്പെടെ മാറുകയില്ല. ട്രെയിനിങ് കൊണ്ട്, ഉപദേശം കൊണ്ട്, ചെറിയ പോളിഷിംഗ് ഒക്കെ നടക്കുമെന്നുള്ളതല്ലാതെ ഇടയ്ക്ക് ഈ ബേസിക് സ്വഭാവം കയറി വരും. അപ്പം സ്വഭാവം അറിഞ്ഞു വേണം ഒരാളെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ഓൾ ഓഫ് യു.